ഇടപെടൽ നടത്തിയെന്നതാണ്. ശ്രീ സുമിത് ജോർജ് മൈനോറിറ്റി മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷോൺ ജോർജ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു, അദ്ദേഹം ഇതുവരെ നമുക്കൊപ്പം ചേർന്നിട്ടില്ല. ശ്രീ സുമിത് ജോർജ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ താങ്കൾ ഞങ്ങൾക്കൊപ്പം ചേരുന്നതിന്. നോക്കൂ, വലിയ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഇവിടെ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഈ അഭിമുഖത്തിൽ പറയുന്നത്. മതസംഘടനയിൽ നുഴഞ്ഞു കയറി നിരോധിച്ച PFI പോലെയുള്ള സംഘടനകൾ ഭിന്നിപ്പിന് ശ്രമിക്കുന്നു എന്ന നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ചില കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നതാണ് അദ്ദേഹം ഈ പറയുന്നതിന് അടിസ്ഥാനമാക്കി പറയുന്ന ഒരു കാര്യം. ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിതാവ് കേൾക്കാം, പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിതാവ് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കേണ്ട ഏജൻസികൾ ഈ രാജ്യത്തുണ്ട്. അവരത് പരിശോധിക്കട്ടെ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൽ ശക്തമായ ഇടപെടൽ നടത്തട്ടെ. അതിന് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ വിഷയത്തിൽ ഇത്രയും ആവേശത്തോടെ ഈ വിഷയത്തെ എതിർക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ ചോദിക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ എതിർക്കുക? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള പലതരത്തിലുള്ള തീവ്രവാദ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ ഉണ്ടാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അറസ്റ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തല്ലേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുകയും അത് നമുക്കറിയാം. ഇപ്പോ ചില വിഷയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇപ്പോ പാലാ പിതാവിനെതിരെ അന്നൊരു പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനെതിരെ പെട്ടെന്ന് തന്നെ ഒരു സമൂഹത്തില് ശക്തമായ ഒരു കോർഡിനേഷൻ ഉണ്ടാകുകയും അവരവിടെ വന്ന് വെല്ലുവിളി നടത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് എന്താണ് അതിന്റെ പിൻബലം? എന്തിന്റെ പിൻബലത്തിലാണ് ഇങ്ങനെ ആളുകൾ ഉണ്ടാകുക? അതിലെന്തെങ്കിലും തീവ്രവാദ സംവിധാനങ്ങളിലൊന്നും സംശയിക്കാൻ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അതിനെ സംബന്ധിച്ച് പിതാവ് തന്നെ പറയുന്നു, അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി അങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുകയും അതിനെ ഒതന്റിക്കായിട്ട് പറയുകയും ചെയ്യുമ്പോൾ, അല്ല, അങ്ങനെ ഒരു സംശയം ഇതുപോലെ ആണോ പ്രകടിപ്പിക്കേണ്ടത് എന്നൊരു കാര്യമുണ്ടല്ലോ. കാരണം അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുന്ന, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ പറയാമോ എന്നതാണ് പ്രാഥമികമായ ചോദ്യം. നോക്കൂ, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞു എന്നതാണല്ലോ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമില്ലേ? എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് അന്വേഷിക്കേണ്ടേ? അവരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിച്ച കുറേയധികം മനുഷ്യർ ഇപ്പോഴും അവർ സഭയ്ക്കുള്ളിലുണ്ടല്ലോ. ആ വാദങ്ങൾ അവർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവരിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടുന്ന സാഹചര്യമില്ലേ? അല്ല, അന്വേഷണം ആരിലേക്കൊക്കെ പോകണം, ഏത് തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, PFI പോലത്തെ ഒരു തീവ്രവാദ സംഘടനയെ ഈ രാജ്യത്ത് ആർക്കാണ് വെള്ളപൂശണം നിർബന്ധം? അല്ല, ഏതെങ്കിലും ഒരു നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് അന്വേഷണം ഒന്നും വേണ്ട എന്നതാണോ BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ? അല്ല, BJPയുടെ നിലപാടെന്നും ഈ രാജ്യത്തെ തീവ്രവാദ സംവിധാനങ്ങൾക്കെതിരെ അതാരായാലും. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് PFIയെ കുറിച്ചാണ്. PFIക്ക് അങ്ങനെ ഒരു തീവ്രവാദ നിലപാടുണ്ട് എന്ന് ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിരോധിച്ചത്. അപ്പൊ അങ്ങനെ നിരോധിക്കപ്പെട്ട സംഘടന മറ്റ് പല പേരിലും പല സംവിധാനത്തിലും കടന്നു കയറിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഈ പറയുന്ന നമ്മുടെ IG ഇവിടെ ചന്ദ്രശേഖർ ഈ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. പല സംഘടനകളും ചേക്കേറിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ IG പറഞ്ഞതല്ലേ. ഇതിനെ സംബന്ധിച്ച് രാജ്യത്ത് എത്രയോ പ്രഖ്യാപന സംവിധാനങ്ങളും അന്വേഷണങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റുകൾ നടത്തുന്നത്. ഞാൻ പറയുന്നത്, ഇതിൽ എന്തിനാ ഒരു പിതാവ് ഇതിനെ കുറിച്ച് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഇവിടെ പലരും നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്ന. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ മനുഷ്യരാണ്, അവർക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊന്നും അല്ലല്ലോ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. നിരോധിക്കപ്പെട്ട ഒരു സംഘടന വളരെ ആസൂത്രിതമായി ഒരു മതവിഭാഗത്തിനുള്ളിൽ കയറി അവിടെ ഭിന്നിപ്പുണ്ടാക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോൾ അത് കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ആരൊക്കെ അതിന് വഴിവെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാനുള്ള ബാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക എന്നത് മാത്രമാണോ അതിൽ ചെയ്യാനുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ശ്രീ സുമിത്, നോക്കൂ, ഈ താങ്കൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ വിധത്തിൽ ഓൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. ക്രൈസ്തവർ എന്ന് പറയുന്നത് ഏറ്റവും വർഗീയ ചിന്ത കുറവുള്ളവരാണ് എന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത്
ഈ ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിലടക്കം സംഘടിതമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത്, RSS വേറൊരു ഭാഗത്ത്. ക്രിസ്ത്യാനികളുടെ ഇടയിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. മറ്റു ചിലർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. വർഗീയത വളർത്തുന്നതിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് എന്നതാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ഈ വിധത്തിൽ തീവ്ര ചിന്താഗതിക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മറുഭാഗത്ത് RSS ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ ഒന്നും ഓൺ ചെയ്യുന്നുമില്ല, ഓഫ് ചെയ്യുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം, ഈ കാര്യത്തിൽ ഞങ്ങൾ ആരും ഇവിടെ ആവേശം കണ്ടില്ലല്ലോ. പിതാവ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുകയോ ഞങ്ങളെ എതിർത്ത് ബഹളം ഉണ്ടാക്കുകയോ ചെയ്തോ? നിരോധിത സംഘടന ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എന്തിന് സംശയിക്കണം എന്നതാണല്ലോ താങ്കൾ ചോദിച്ചത്. അതാണ് പറയുന്നത്. അവർ എന്താണോ ചെയ്തത് അതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇതുപോലെയുള്ള RSS പോലെയുള്ള സംഘടനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഞങ്ങളതിനെ ഇപ്പോൾ ഇവിടെ അത് എതിർത്തുകൊണ്ട് ഞങ്ങളിവിടെ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഞാനിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ സംവിധാനം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അടച്ചു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ PFI എന്ന് പറയുന്നത് തീവ്രവാദ സംവിധാനത്തെ കുറിച്ചാണ്. ആ തീവ്രവാദ സംവിധാനം ഇത്തരത്തിൽ ഈ മത സംവിധാനത്തിൽ കയറിക്കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഒരു അറിവ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇവിടെ ചില ആളുകൾ എന്തിനാണ് തിളയ്ക്കുന്നത്? എന്നാണ് ഇത്ര വലിയ തിളയ്ക്കുന്നത്? അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് സത്യം പുറത്തു വരട്ടെ. അതിനിപ്പോ എന്താണ് കുഴപ്പം? ഈ രാജ്യത്ത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണ്ടേ? അതാരായാലും ഒറ്റപ്പെടുത്തണ്ടേ? ഒറ്റപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടുത്തണം. നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മൗനമാണോ അപ്പോൾ മറുപടി എന്നതാണ്. രാജ്യത്തെ ക്രൈസ്തവർ എന്താണ് യഥാർത്ഥത്തിൽ നേരിടുന്നത് എന്നത് ഈ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. ക്രൈസ്തവർ ഭയത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഭാഗത്തിൽ അദ്ദേഹം അതിനെല്ലാം വിശദമായി തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ. പെന്തക്കോസ്തുകാരുടെ അവസ്ഥ എന്താണ് എന്ന് പറയുന്നുണ്ട്. അവർക്ക് മനുഷ്യാവകാശം വേണ്ടേ എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്താകമാനം നടക്കുന്ന ഇത്തരം ക്രൈസ്തവർക്കെതിരായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടും ഒരു വാക്ക് പോലും അതിനെതിരെ പറയുന്നില്ല എന്ന നിലപാട്, അതിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിലും സംസാരിക്കുന്നുണ്ട്. ഒരു പ്രസ്താവന ഇതേവരെ പാർട്ടി എന്ന നിലയിൽ BJP നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഇക്കാര്യവും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ശക്തമായ ഒരു പ്രസ്താവന നടത്തുന്നില്ല എന്ന്, എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പോൾ ക്രൈസ്തവർ ഈ രീതിയിൽ വേട്ടയാടപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. അതിനപ്പുറം കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്കപ്പുറവും ആത്മാർത്ഥമായ ഒരു ശ്രമവും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നും പറയുന്നുണ്ട്. അതെ, ഇവിടെ BJP നടത്തുന്ന അക്രമങ്ങളാണ് ഈ രാജ്യത്ത് മുഴുവൻ, ഈ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ BJP ആണ് ഇവിടെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചിത്രീകരണം ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയതും ഇന്നല്ല. അപ്പൊ അതിനെ ഞങ്ങൾ ഏത് തരത്തിലാണ് ക്രിയാത്മകമായി ആ വിഷയത്തിൽ ഇടപെടുക, എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യാന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് അത്തരത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചോളാം. അപ്പൊ അതിന് ആ വിഷയത്തിൽ എങ്ങനെയാണ് പാർട്ടി ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അത് എങ്ങനെ ഇടപെടണമെന്നറിയാം. ഇവിടുത്തെ വിഷയം അതല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ പിതാവിനെതിരെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ അദ്ദേഹത്തിനെതിരെ വഴക്കുണ്ടാക്കുകയോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് ഞങ്ങൾ സംസാരിച്ചോളാം, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അത് എങ്ങനെയാണ് ജനാധിപത്യ സംസാരത്തിൽ ബോധ്യപ്പെടുന്നത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അത് ഞങ്ങൾ ചെയ്തുകൊള്ളാം. അത് ഞങ്ങൾക്ക് വിട്ടേക്കൂ. അവിടെയാണ് ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്ന റിജു കാഞ്ഞുകാരൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. നിങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല നിങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ. പക്ഷെ ഈ മറ്റ് സംഘടനകളെ കുറിച്ച് പറഞ്ഞതിൽ വലിയ ഗൗരവം ഉണ്ട് താനും. നിങ്ങൾ എങ്ങനെ വളരെ വളരെ ലഘുവാക്കി പറയല്ലേ? നിങ്ങൾ എങ്ങനെയാണ് PFI പോലത്തെ ഒരു സംഘടനയെ ഇത്ര ലഘുവാക്കി ചിത്രീകരിക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റ് സംഘടന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏതെങ്കിലും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സേവന പ്രസ്ഥാനവുമാണോ ഈ PFI എന്ന് പറയുന്ന സംഘടന? ഞാൻ PFI ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണെന്ന് ഈ ചർച്ചയുടെ ഏതാണ്ട് 40 മിനിറ്റിൽ ചർച്ച ചെയ്തും കഴിഞ്ഞു. അതിനുശേഷം താങ്കളോട് വന്ന ചോദ്യമാണ്. അല്ല, അതെ, എന്നോട് ചോദിച്ച ചോദ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുക. അപ്പൊ നമ്മൾ ആ ചോദ്യത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുക. ഇത്രയും ലഘൂകരിച്ച് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കേണ്ട ഒരു വിഷയമല്ല അത്. അതേ സംബന്ധിച്ച് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്. ഇതിൽ തീവ്രവാദ സംഘടനകൾ കടന്നു കയറി നമ്മുടെ കൊച്ചു കേരളത്തിൽ പല മേഖലകളിലും കടന്നു കയറുകയും അതിനെ സംബന്ധിച്ച് ശക്തമായ നടപടികൾ എടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാ. അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? കാരണം ഇവിടെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ഏതൊക്കെ മേഖലകളിൽ കൂടിയാണ് ഇത് കടന്നു കയറുക എന്ന് കൃത്യമായി ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ശരി, അതിപ്പോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. അതിന് ഒരു തീവ്രവാദ സംഘടനയുടെ പേര് പറഞ്ഞതിന്റെ പേരിൽ പിതാവിനെതിരെ ആരും കൂടുതൽ ഗർജിക്കേണ്ട എന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയുവാനുള്ളത്. ശരി, ശ്രീ കെവിൻ പീറ്റർ നോക്കൂ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.